അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഡീപ്പ് ലേണിംഗിൽ ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ടോപ്പിക്. മെഷീൻ ലേണിംഗ് നമ്മളെ എന്തിനാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കൺവേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്കൊരു ന്യൂറോണിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ എങ്ങനെ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയുക എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഇപ്പോൾ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നത്. അത് നമുക്കിപ്പോൾ ഒരു ന്യൂറോൺ ആക്ടിവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് വേണ്ട, അത് രണ്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് പോലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചൊരു മോഡൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ളൊരു ഡാറ്റയാണ് ഇപ്പോൾ നമുക്ക് വേൾഡിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഇമേജസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ്, ഇതൊക്കെ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനൊക്കെ നമുക്ക് എങ്ങനെ ലീനിയർ ആയിട്ടുള്ള എങ്ങനെ നോൺ ലീനിയർ ആക്കാം, അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ബാക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെ നമുക്ക് ഇതിൽ ഗ്രേഡിയൻസിൽ കണക്കാക്കാൻ സാധിക്കും, അത് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ഒരു യൂസ് ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോബബിലിറ്റി ഔട്ട്പുട്ട് എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇതിൽ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ എങ്ങനെ ഒരു 6 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ f(x) = x അങ്ങനത്തെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഇപ്പോൾ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ നോൺ ലീനിയർ ആയിട്ടുള്ള ആയതിനാൽ ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ നോൺ ലീനിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ പറ്റില്ല. അത് ലീനിയർ അല്ലാത്തത് നമുക്ക് നോൺ ലീനിയർ ആക്കാൻ വേണ്ടിയാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നോൺ ലീനിയർ ആക്കാനുള്ളൊരു പ്രോബബിലിറ്റി അതിൽ വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് അത്ര യൂസ്ഫുൾ അല്ല. പിന്നെ സിഗ്മോയ്ഡ് ഫംഗ്ഷനാണ് വരുന്നത്. സിഗ്മോയ്ഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ ഒരു 0 to 1 അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാനിഷിംഗ് ഗ്രേഡിയൻസ് പ്രോബ്ലം ഒക്കെ ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ അത്രത്തോളം ഒരു ലീനിയർ ഫംഗ്ഷൻ യൂസ് നമുക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത്രത്തോളം യൂസ്ഫുൾ അല്ല. ഇതിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇതിൽ ഔട്ട്പുട്ട് ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ ആയിട്ട് വരുന്നത് ടാൻh ഫംഗ്ഷനാണ്. ഇതിപ്പോൾ നമുക്കൊരു -1 to 1 ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ സിഗ്മോയിഡിനെക്കാട്ടും കുറച്ചുകൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് 0 സെൻറ്റേഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ 0 സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വാനിഷിംഗ് ഗ്രേഡിയൻ്റ് ഇതിൽ കുറച്ച് അത്യാവശ്യം ഇതിന് കുറച്ച് പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫോർത്ത് വണ്ണാണ് റെലു എന്ന് പറഞ്ഞാൽ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഹിഡൻ ലെയേഴ്സിലാണ്. പിന്നെ പെട്ടെന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും വാനിഷിംഗ് ഗ്രേഡിയൻസ് ഒക്കെ കുറവായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് റെലു യൂസ് ചെയ്യാൻ പറ്റും. എങ്കിലും ഇതിൽ കുറച്ച് ന്യൂറോൺസ് ഒക്കെ ഡെഡ് ആവാനുള്ള ചാൻസ് വരുന്നുണ്ട്. പിന്നെ റെലുവിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് നെക്സ്റ്റ് വൺ ആയിട്ടുള്ള ലീക്കി റെലു. അപ്പോൾ ലീക്കി റെലുവിൽ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെലുവിൻ്റെ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്കിപ്പോൾ നെഗറ്റീവ് വാല്യൂസിനും ഇപ്പോൾ ചെറിയ ഗ്രേഡിയൻസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. പിന്നെ ഡെഡ് ആയിട്ടുള്ള ന്യൂറോൺസ് വരുന്നത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് പറ്റും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ്റ്, ഡോഗ് ഇതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഡോഗ് ആണോ കാറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ സിഗ്മോയിഡ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് പോലെ നമുക്ക് കണക്കാക്കാം. ഒരു ഓൺ ഓഫ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഫംഗ്ഷൻ ആയിട്ട് സിഗ്മോയിഡ് നമുക്ക് കാണാം. പിന്നെ ടാൻh എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ സ്കെയിൽ പോലെ -2 പ്ലസ് വരെയുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെലു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വിൻഡോ ആണെങ്കിൽ ഈ വിൻഡോന്റെ നെഗറ്റീവ് വാല്യൂസ് പിന്നെ പോസിറ്റീവ് വാല്യൂസ് ഒക്കെ എങ്ങനെ നമുക്ക് ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു
യൂസ് വരുന്നത്. പിന്നെ അടുത്ത ഇപ്പോൾ ലാസ്റ്റ് വൺ സോഫ്റ്റ് മാക്സ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എലക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ എലക്ഷന്റെ പ്രോബബിലിറ്റി ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ടേക്ക് വൈസ് ആണ് ഞാൻ പറയുന്നത്. ടേക്ക് വൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് അങ്ങനെ ഇന്റലിജൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റെലു ഹിഡൻ ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റെലു ആണ്. പിന്നെ സിഗ്മോയിഡ് സോഫ്റ്റ് മാക്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ലെയർ കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മോഡലിന്റെ സ്പീഡ്, ആക്യുറസി, പിന്നെ കൺവേർജൻസ് എല്ലാം ഇതിന് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതും ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇമേജ് ക്ലാസിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിപ്പോൾ റെലു, സോഫ്റ്റ് മാക്സ് ഇതായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹ്യൂമൻ സെന്റിമെന്റൽ അപ്രോച്ചസ് ഒക്കെ നമുക്ക് ഇത് ടാനച്ച്, റെലു ഈ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞായിരിക്കും കാറ്റ്, ഡോഗ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് അത് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഒരു ഡോഗ് ആണെങ്കിൽ ഡോഗ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ ആണ്. സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ സ്പീച്ച് ടു വേർഡ് എന്ന് പറഞ്ഞൊരു എന്തെങ്കിലും പ്രോജക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെലു പിന്നെ സോഫ്റ്റ് മാക്സ് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുക ഈ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ മെയിനായിട്ട് വരുന്നത്. മെയിനായിട്ട് ഇപ്പോൾ നോൺ ലീനിയർ ആയിട്ട് നമുക്ക് ഡാറ്റാസ് ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് റിയൽ വേൾഡിലേക്ക് പാസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ്.